റെഡ്മിയുടെ റെഡ്മി K70 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി K70 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ കൂടിയ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് MediaTekന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 24 GB റാം വരെയും അതുപോലെ തന്നെ 1 TB ഇന്റേണൽ വരെയും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX906ന്റെ സെൻസർ ആയിരിക്കും. ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസും വന്നേക്കാം. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ വരുന്നുണ്ടെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഇതിന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാമറ ആയിരിക്കണം എന്നില്ല. മിക്കവാറും പ്രോസസ്സർ ആയിരിക്കും മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 19 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. Xiaomi 14T Pro എന്ന പേരിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ഇതിനേക്കാളൊക്കെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയായിരിക്കും മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഈവൻ ഒരു 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിന്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മി K70 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.